എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? പറഞ്ഞോളൂ. ഇതൊക്കെ പഠിച്ചു. ആദർശ് ചന്ദ്രൻ. ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ്. അതെന്തൊക്കെ പഠിച്ചു? എന്താണ് ഫ്ലെക്സ്? ഓക്കെ, ഡിസ്പ്ലേ പ്രോപ്പർട്ടി ദെൻ ക്ലിയർ ആയോ? വന്നിട്ട് ടാസ്ക് ചെയ്തായിരുന്നോ? ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഒരു രജിസ്ട്രേഷൻ ഫോം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ഫോം. ഒരു രജിസ്ട്രേഷൻ ഫോമിൽ എന്തൊക്കെ കാണും നിങ്ങൾ പറഞ്ഞേ? എന്തൊക്കെ കാണും? ഓക്കെ, അത്രയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോമിൽ വരുന്നത്. അതായത് ഒരു പേഴ്സന്റെ നെയിം, ക്വാളിഫിക്കേഷൻ, ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഫോമിനാണ് നമ്മൾ രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അതുപോലെ ഒരു രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ കേസിൽ യൂസറിന്റെ പേര്, അതുപോലെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ലെവലിലാണ് കൊടുക്കുന്നത്. ദെൻ യൂസർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ലേബലാണ് ഓരോ കാര്യങ്ങളും ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലേബലാണ്. സോ ലേബൽ ടാഗ് കൊടുക്കുക. നെയിം ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ യൂസർ നെയിം ആണ് കൊടുക്കുന്നത് വിചാരിക്കുക, ഒരു യൂസറിന്റെ. സോ ഞാൻ യൂസർ നെയിം എന്ന് കൊടുത്തു, എന്നിട്ട് ലേബൽ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി ഈ യൂസർ നെയിം ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ടൈപ്പ് കൊടുക്കും. ഇൻപുട്ട് ടൈപ്പ്, ടൈപ്പ് മീൻസ് ഇവിടെ ഡേറ്റ ടൈപ്പ് എന്ന് നിങ്ങൾ ഓർക്കുക. അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതിന് പലതിനും പല ടൈപ്പ് ആണ്. ഇപ്പൊ നെയിമിന്, നെയിം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്, പക്ഷെ ഫോൺ നമ്പർ ടെക്സ്റ്റ് അല്ല, നമ്പറാണ്. അപ്പൊ അതുപോലെ പലതിനും പല ക്യാരക്ടേഴ്സ്, പല ടൈപ്പാണ്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ നെയിമിന്റെ ഡേറ്റ ടൈപ്പ് ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് വരും? ടെക്സ്റ്റ് എന്ന് വരും. നമ്പർ ആണെങ്കിൽ നമ്മൾ നമ്പർ എന്ന് പറഞ്ഞേനെ. ഇപ്പൊ ഡേറ്റ് ആണെങ്കിൽ നമുക്ക് ഡേറ്റ് എന്ന് കൊടുക്കാം. അപ്പോ ഇവിടുത്തെ കേസിൽ യൂസർ നെയിം ഒരു ടെക്സ്റ്റ് ആണ്. അതായത് ആ ടെക്സ്റ്റിന്റെ കേസിൽ നമുക്ക് നമ്പേഴ്സ് വരാം, ടെക്സ്റ്റ് വരാം, എന്ത് വേണമെങ്കിലും വരാം. സോ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുത്തു. ദെൻ ഒരു യൂണിക് നെയിം അല്ലെങ്കിൽ വേരിയബിൾ നെയിം എന്ന് ഓർക്കുക. ഒരു നെയിം കൊടുക്കുന്നു, യൂസർ നെയിം അല്ലെങ്കിൽ യൂസർ എന്ന് പറഞ്ഞ ഒരു നെയിം കൊടുത്തു. ഇവിടുത്തെ കേസിൽ നമുക്ക് ഏത് നെയിം കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യും? അവിടെ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് ഫ്രണ്ടിൽ കിട്ടില്ല. ജസ്റ്റ് ഒരു വേരിയബിളിന് ഒരു നെയിം കൊടുത്തു, അതായത് യൂസർ നെയിമിന്റെ ഒരു വേരിയബിൾ സെറ്റ് ചെയ്ത് വെച്ചു. അത്രേ ഉള്ളൂ നെയിം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലേബല് ഇൻപുട്ട് ടൈപ്പ് ആണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്നത് വിചാരിക്കുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ ആണ്. അപ്പൊ അവിടെ നമുക്ക് നെയിം, അതുപോലെ പ്ലേസ്, ക്വാളിഫിക്കേഷൻസ്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ പോർഷനെ നമ്മൾ ലേബൽ എന്ന് പറയും. റൈറ്റ് സൈഡിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതിന് ഇൻപുട്ട് ടൈപ്പ് കൊണ്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലേബൽ ആൻഡ് ഇൻപുട്ട് ടൈപ്പ് കിട്ടുന്നത്. കുറച്ച് കാര്യങ്ങളും കൂടി കൊടുക്കും. ഇപ്പോ ലേബല് യൂസർ നെയിം കൊടുത്ത പോലെ നെയിം കൂടി കൊടുക്കുക. യൂസർ നെയിം അല്ലാതെ ഒരു നെയിം കാണും, സോ നെയിം കൊടുക്കുന്നു.
നെയിമിന് ഞാൻ ഇൻപുട്ട് ടൈപ്പ് കൊടുക്കും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് തന്നെ കൊടുക്കുന്നു. അതുപോലെ ഒരു നെയിം കൊടുക്കും. ഒരു യുണീക്ക് നെയിം കൊടുക്കും. നെയിം ഈക്വൽ ടു നെയിം എന്ന് തന്നെ പറഞ്ഞു ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും യൂസർ നെയിമും നെയിമും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതില് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ലേബലും റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ആണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നമ്പേഴ്സും ക്യാരക്ടേഴ്സും ലെറ്റേഴ്സും എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. യൂസർ നെയിമും ഞാൻ ടെക്സ്റ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ഇൻപുട്ട് ചെയ്യാം. ചില കേസിൽ നിങ്ങൾ ഇങ്ങനെ കാണാറുണ്ടായിരിക്കും, അതായത് ലേബൽ ഇല്ല, അതായത് യൂസർ നെയിം ഇൻപുട്ട് ചെയ്യുക അങ്ങനെയുള്ള ഒരു ലേബൽ ഇല്ലാതെ തന്നെ ആ ഒരു ഇൻപുട്ട് ചെയ്യുന്ന ഫീൽഡിൽ തന്നെ എൻ്റർ അങ്ങനെയൊക്കെ പറഞ്ഞു കാണുക. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ കൊടുക്കുന്നതാണ് പ്ലേസ് ഹോൾഡർ. ഒരു പ്ലേസ് ഹോൾഡർ കൊടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റർ യുവർ നെയിം എന്ന് കൊടുക്കുമെന്ന് വിചാരിക്കാം. എൻ്റർ യൂസർ നെയിം അല്ലേ, സോ എൻ്റർ യൂസർ നെയിം സേവ് ചെയ്തു. റൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ യൂസർ നെയിം ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ യൂസർ നെയിമിന്റെ അവിടെ ഇത് കണ്ടോ, എന്ത് യൂസർ നെയിം ഇതുപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം, യൂസർ നെയിം ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എന്തൊരു യൂസർ നെയിം എന്ന് പറഞ്ഞ് കാണും. ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ ഒരു രീതിയാണ്, അതായത് ഇമെയിൽ ആണെങ്കിലും പാസ്വേഡ് ആണെങ്കിലും ഇങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. കണ്ടോ, അതായത് അതിന്റെ ഉള്ളിൽ, അതായത് ലേബലിന്റെ ആവശ്യമില്ല, അതിന്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് അവിടെ ഇൻപുട്ട് ചെയ്തത്. സോ നമ്മളത് ഇൻപുട്ട് ചെയ്തു. അങ്ങനെയുള്ള കേസിന് നമ്മൾ ഇൻപുട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാത്തിനും നമ്മൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അറ്റ് ടൈം നമുക്ക് ഒന്നെങ്കിൽ ലേബലോ അല്ലെങ്കിൽ പ്ലേസ് ഹോൾഡറോ മതി. രണ്ടും കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ പ്ലേസ് ഹോൾഡർ കൊടുത്തു. എല്ലാത്തിനും നിങ്ങൾ പ്ലേസ് ഹോൾഡർ കൊടുക്കുക. ജസ്റ്റ് ഒന്നുമില്ല, ഞാനിവിടെ യൂസർ നെയിം കൊടുത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എല്ലാത്തിനും ടൈപ്പ് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കോപ്പി ചെയ്തു, നിങ്ങൾ ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് യൂസർ നെയിം അല്ല നെയിം ആണ്, സോ നെയിം കൊടുക്കുക. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് കൊടുക്കുക. ദെൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി, ഒന്നെങ്കിൽ ലേബൽ അല്ലെങ്കിൽ പ്ലേസ് ഹോൾഡർ, രണ്ടും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ നെയിമും യൂസർ നെയിമും യൂസ് ചെയ്തു. ദെൻ നമ്മൾ നെക്സ്റ്റ് പാസ്വേഡ് ആണ് കൊടുക്കുന്നത്. സോ പാസ്വേഡിന് ലേബൽ കൊടുക്കുന്നു, പാസ്വേഡ്. ഓക്കെ, ദെൻ പാസ്വേഡ് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുന്നു. ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡിന്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് പാസ്വേഡ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു യൂസർ പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് യൂസറിനും അത് കാണാൻ പറ്റരുത്. സോ അതിന് പ്രത്യേകം ഒരു ഡേറ്റ ടൈപ്പ് ഉണ്ട്, അതാണ് പാസ്വേഡ്. ഓക്കെ, ദെൻ നെയിം നമുക്കൊരു യൂണിക് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. നെയിം ഈക്വൽ ടു PW എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നെയിം കൊടുക്കാം. പക്ഷെ പാസ്വേഡിന്റെ ടൈപ്പ് എപ്പോഴും പാസ്വേഡ് തന്നെ ഇരിക്കാം. അപ്പൊ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഹൈഡ് ഐക്കൺ ആയിരിക്കും. സോ വേറെ ആർക്കും അത് കാണാൻ പറ്റും. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നോക്കുക, പക്ഷെ ആർക്കും കാണാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ച് യൂസർ നെയിം നെയിം ആൻഡ് പാസ്വേഡ് ചെയ്ത് നോക്കുക. മനസ്സിലാക്കി ചെയ്യുക, ഡൗട്ട് ഉള്ളവർ ചോദിക്കുക.
ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഓക്കെ. നിങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാത്തിനും പ്ലേസ് കൂടി കൊടുക്കുക. ഓക്കെ. ഇത് നമ്മളിപ്പോ യൂസർ നെയിം പാസ്വേഡ് കഴിഞ്ഞു. Then നമുക്ക് അടുത്തത് ഫോൺ നമ്പർ കൊടുക്കാം. ഫോൺ നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ ലേബൽ കൊടുക്കുന്നു. ഓക്കെ. ഫോൺ നമ്പർ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഇൻപുട്ട് ടൈപ്പ് കൊടുക്കുന്നു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫോൺ നമ്പറിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ എന്നാണ്. കാര്യം ഫോൺ നമ്പറിന്റെ ഫീൽഡിൽ നമ്മൾ ഫോൺ നമ്പർ അല്ലാതെ ടെക്സ്റ്റ് ഒന്നും ടൈപ്പ് ചെയ്യാൻ പാടില്ല. സോ എന്ത് ചെയ്യാം? ഇൻപുട്ട് ടൈപ്പ് നമ്പർ കൊടുക്കാം. ദെൻ ഇതിനൊരു യൂണിക് നെയിം കൊടുക്കാം. നെയിം ഈക്വൽ ടു നമ്മ എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കും. ഓക്കെ. അപ്പൊ ഫോൺ നമ്പർ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇമെയിൽ ഐ ഡി ആണ്. സോ ഇമെയിൽ ഐ ഡിക്ക് വേണ്ടിയിട്ട് ഒരു ലേബിൾ കൊടുക്കും. ഇമെയിൽ ഐ ഡി എന്താണ്? ഇമെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇമെയിലിന് @characters വരണം, അതുപോലെ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, ക്യാരക്ടേഴ്സ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, ലെറ്റേഴ്സ് വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇമെയിലുണ്ട്. ഇത്തരം റൂൾസ് ഇമെയിലുണ്ട്. സോ എന്ത് ചെയ്യുക? ഇമെയിലിൽ ഈ റൂൾസ് എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു ഡേറ്റ ടൈപ്പ്. ആ ഡേറ്റ ടൈപ്പ് ആണ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇമെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ഡേറ്റ ടൈപ്പ് ആണ്. കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും റൂൾസ് ഇല്ലാതെ ഒരു ഇമെയിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. സോ ഇമെയിൽ കൊടുക്കുക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇമെയിൽ കൊടുക്കുക. അതിനും ഒരു നെയിം സെറ്റ് ചെയ്യുക. നെയിം ഈക്വൽ ടു EM. ഓക്കെ. ഇമെയിൽ ഐ ഡി കഴിഞ്ഞു. ദെൻ നമുക്ക് ഒരു കാര്യം കൂടി കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്തും കൂടി കൊടുക്കാം. ലേബൽ DOB. ഡേറ്റ് ഓഫ് ബർത്തിന് DOB കൊടുത്തു. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്തിന്റെ ടൈപ്പ് നമുക്ക് ഡേറ്റ് എന്ന് കൊടുക്കാം. ഡേറ്റ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഒരു കലണ്ടറിന്റെ ഒരു ഐക്കൺ കാണും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ് ഏതാന്ന് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഡേറ്റ് കൊടുക്കുക. നെയിം ഈക്വൽ ടു DOB എന്ന് കൊടുക്കും. റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിപ്പോ പുതിയതായിട്ട് പഠിച്ചത് ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങളാണ്. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് കിട്ടും. ഇപ്പൊ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോൺ നമ്പറിന്റെ ഈ ഒരു ഫീൽഡിൽ ഫോൺ നമ്പർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ടൈപ്പ് ചെയ്യാൻ പറ്റൂ. ക്യാരക്ടേഴ്സ് നിങ്ങൾ എത്ര ടൈപ്പ് ചെയ്യാൻ നോക്കിയാലും ലെറ്റേഴ്സ് ഒന്നും ഈ ഫീൽഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്പേഴ്സ് മാത്രമേ പറ്റൂ. രണ്ട് ആരോ കാണും. അത് പ്രത്യേകിച്ച് കുറിച്ച് കൊടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ. ഞാൻ അടുത്ത ഇമെയിൽ ഐ ഡി. ഇമെയിൽ ഐ ഡി ഇവിടെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ബാക്ക് കൂടി കൊടുക്കണം കേട്ടോ. ബാക്ക് കൂടി കൊടുത്താൽ ഈ ഇമെയിൽ ഐ ഡിയുടെ കാര്യം സെറ്റ് ആകത്തുള്ളൂ. അതായത് ക്യാരക്ടേഴ്സോ അപ്പർ കേസോ ലോവർ കേസോ ഒക്കെ ഉണ്ടാകുന്ന ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എറർ ആയിരിക്കും വരുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിന് ഇവിടെ ഒരു കലണ്ടറിന്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കലണ്ടർ കാണാൻ പറ്റും. കലണ്ടറിൽ നിന്നും ഇയറും ഡേറ്റും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യാം. ഓക്കെ. 3 ഫീൽഡാണ് പഠിച്ചത്. 3
കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫീൽഡ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ചൂസ് ചെയ്യുന്ന കാര്യമാണെന്ന് വിചാരിക്കുക. എക്സാമ്പിള് ഇപ്പൊ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമുക്കൊന്ന് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോ ചൂസ് ചെയ്യുന്ന കേസിൽ നമ്മൾ സെലക്ട് ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യാനാണെങ്കിൽ ഞാൻ കൊടുക്കുന്നു ലേബലില് ഡിസ്ട്രിക്റ്റ്. ഓക്കെ, ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ടാഗ് കൊടുക്കാം. ഈ സെലക്ട് ടാഗിന്റെ കൂടെ നമ്മളൊരു യൂണിക് നെയിം കൊടുക്കുക. നെയിം ഈക്വൽ ടു ദിസ് എന്ന് പറഞ്ഞ് ഞാനൊരു വേരിയബിൾ നെയിം കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ ഡിസ്ട്രിക്റ്റിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ വെച്ചിട്ട് എന്തൊക്കെ ഡിസ്ട്രിക്റ്റ് ഉണ്ടെന്ന് നമുക്ക് കൊടുക്കാം. ഓപ്ഷൻ വാല്യൂ വെച്ചിട്ട് കൊടുക്കാം. ഓപ്ഷൻ വാല്യൂ എ എന്ന് പറഞ്ഞ് ഞാനൊരു വാല്യൂ കൊടുക്കും. അപ്പൊ ഇത് തന്നെ നമുക്ക് എല്ലാത്തിനും കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കും. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് വേണ്ടത് ചൂസ് യുവർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ് വേണ്ടതെങ്കിൽ ഞാൻ അത് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും ഓട്ടോമാറ്റിക്കലി ആദ്യം ഇരിക്കുന്നത്. ചൂസ് യുവർ ഡിസ്ട്രിക്ട്. ഓക്കെ, ആദ്യം കൊടുക്കുന്നത് നമുക്ക് ആദ്യം ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പൊ ഇത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, എന്ത് വേണമെന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് വരേണ്ടതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ഞാനൊരു 4 ഡിസ്ട്രിക്ട് കൊടുക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 3 ഡിസ്ട്രിക്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സെലക്ട് ടാഗ് ക്ലോസ് ചെയ്യണം. കാര്യം ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. സെലക്ട് ടാഗ് ക്ലോസ് ചെയ്തു, റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കാര്യം കൂടി അവിടെ വന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഏത് ഓപ്ഷൻ വേണമെന്ന് ചൂസ് ചെയ്യുക. ആദ്യം കൊടുത്തത് എന്താണോ അതായിരിക്കും ഫസ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വെച്ചിട്ട് ചൂസ് ചെയ്യാം. ഇത് ചൂസ് യുവർ ഡിസ്ട്രിക്റ്റ് ആണ് ഫസ്റ്റ് വന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ബാക്കി നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് കാണാൻ പറ്റും. ആലപ്പുഴ, കൊല്ലം, കോട്ടയം എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ് ആണ് ഞാൻ കൊടുത്തത്. 3 ഓപ്ഷൻസ് കാണാം. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് സെലക്ട് ആക്കി യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് മാത്രമല്ല ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ എന്താണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ജെൻഡർ ആണ് കൊടുക്കേണ്ടത്. ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ ഫീമെയിൽ അങ്ങനെ 2 ഓപ്ഷൻസ് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. സോ ലേബിൾ കൊടുക്കാം ജെൻഡർ. ഇപ്പൊ എന്ത് ചെയ്യാം, അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, മെയിൽ ഫീമെയിൽ. അത് നമുക്ക് റേഡിയോ ബട്ടൺ ആയിട്ട് വേണം നമ്മളത് കൊടുക്കുന്നതിൽ. കൊടുക്കാനായിട്ട് എന്നിട്ട് മെയിലിന് ഒരു ഇൻപുട്ട് ടൈപ്പ് കൊടുക്കും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് കൊടുക്കുക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, എന്നിട്ട് ഒരു യൂണിക് നെയിം കൊടുക്കുക. നെയിം ഈക്വൽ ടു ജെൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും. ഇത് തന്നെ ഞാൻ ഫീമെയിലും ഇത് തന്നെ കൊടുക്കുന്നു. ജസ്റ്റ് ലേബിൾ മാത്രം മാറ്റി കൊടുക്കുന്നു. നമ്മൾ ഫീമെയിൽ കൊടുക്കുമ്പോഴും ഒരേ വേരിയബിൾ നെയിം തന്നെ കൊടുക്കാൻ നോക്കുക. എങ്കിൽ മാത്രം അറ്റ് എ ടൈം നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു മിനിറ്റ്, എൻ്റെ നെറ്റിന്റെ കണക്ഷൻ പോയോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ.
നിങ്ങൾ നോക്കുക, നമ്മൾ റേഡിയോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ്, അത് കഴിഞ്ഞ് നെയിം കൊടുക്കുക. മെയിലിനായാലും ഫീമെയിലിനായാലും സെയിം വേരിയബിൾ നെയിം തന്നെ കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അറ്റ് എ ടൈം നമുക്ക് രണ്ടും ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് രണ്ടും ചൂസ് ചെയ്യരുതല്ലോ, നമുക്ക് ഏതെങ്കിലും ഒന്ന് മതിയല്ലോ. ഒന്നെങ്കിൽ ഫീമെയിൽ ആയിരിക്കണം, അല്ലെങ്കിൽ മെയിൽ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും other ഓപ്ഷൻ ആയിരിക്കണം. സോ എന്ത് ചെയ്യുക, റേഡിയോ ബട്ടൺ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുന്ന രീതിയിൽ ആക്കാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ നമ്മളൊരു ബട്ടൺ കൊടുക്കുക. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ കൊടുക്കുക. ബട്ടൺ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് അതിനുള്ളിൽ വേണം നമ്മൾ എന്താണോ കൊടുക്കുന്നത് എന്ന് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ സബ്മിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഓക്കെ എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം. ഞാനിപ്പോൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ബട്ടനുള്ളിൽ നിങ്ങൾ എന്താണോ പേര് കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ബട്ടന്റെ പേര് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം, എല്ലാം ഇങ്ങനെ നേരെ നേരെയാണ് വന്നേക്കുന്നത്. അപ്പൊ നേരെ നേരെ വരാതെ എനിക്കിങ്ങനെ താഴെ താഴെ വരണമെങ്കിൽ ഞാൻ എല്ലാത്തിനും BR ടാഗ് കൊണ്ട് ഇട്ട് കൊടുക്കും. അതിന് മുമ്പ് നിങ്ങൾ നോക്കുക, ഒന്നെങ്കിൽ എനിക്ക് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്ന് മാത്രമേ എനിക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ ബട്ടൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതൊന്നും അല്ലാതെ ബട്ടൺ മാത്രം ഒന്ന് വ്യത്യാസമായിട്ട് ഇരിപ്പുണ്ട്. കാര്യം എന്താ, സബ്മിറ്റ് ചെയ്യുന്ന ബട്ടൺ ആയതുകൊണ്ടാണ് അതിങ്ങനെ ഒരു വേറൊരു കളറിലേക്ക്. ഓക്കെ. ഇനി താഴെ താഴെ വരാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും ഓരോ BR ടാഗ് ഇട്ട് കൊടുക്കും, ബ്രേക്ക് ടാഗ് ഇട്ട് കൊടുക്കും. ഓക്കെ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയാവോ? ഓക്കെ, ചെയ്ത് നോക്കുക. സബ്മിറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ, സോറി, റേഡിയോ ബട്ടൺ ആൻഡ് സെലക്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ജസ്റ്റ് BR ടാഗ് ഇട്ട് കൊടുത്ത് എല്ലാം ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരാം. നമുക്കത് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഫോം ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു രീതിയിലാക്കുക എല്ലാവരും ഫസ്റ്റ്.
അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു രജിസ്ട്രേഷൻ ഫോം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഡിസൈൻ ചെയ്യുക. നല്ല രീതിക്ക് CSS ഒക്കെ കൊടുത്ത് നല്ല രീതിക്കൊന്ന് ഡിസൈൻ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫ്ലെക്സ്, ഡിവ് പോലുള്ള കാര്യങ്ങൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് ഗ്രൂപ്പിലേക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. എന്നിട്ട് നിങ്ങളത് സബ്മിറ്റ് ചെയ്യുക.